ഹലോ ഗൈസ്, ഡയമണ്ട് കട്ട്സ് എന്ന് മാറാം നമ്പർ എന്നൊക്കെ പറയുന്ന ഡയമണ്ട് കട്ട്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോ മുഴുവനായും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് എടുക്കാം. അവിടെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഡയമണ്ട് കട്ട് നമുക്ക് കിട്ടും. പിന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് കുഴച്ചെടുക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൈസി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി ചേർത്താൽ മതി. ആദ്യം തന്നെ മുളക് പൊടി ആ മൈദയിലേക്ക് ചേർക്കുക. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്പൈസി കിട്ടാൻ വേണ്ടി. പിന്നെ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറുത്ത എള്ള് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. നല്ലൊരു ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മാവാക്കി, ഇതേപോലെ ഒരു മാവാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു മാവാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിനേക്കാളും കുറച്ച് തിന്നായി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ തിന്നായാണ് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ചപ്പാത്തിനെ പോലെ തന്നെ ആയാൽ അത് ക്രിസ്പിയായി നമുക്ക് ഡയമണ്ട് കട്ട്സ് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് തിന്നായി തന്നെ നമ്മൾ പരത്തുമ്പോൾ പരത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് നല്ല തിന്നായി. ഇനി മുറിച്ച് കൊടുക്കുക. ഒരു അതേ ഷേപ്പിൽ ഒന്ന് കറക്റ്റ് ഒരു വരയിട്ട് കൊടുക്കുക. കത്തിയെടുത്ത് ഒന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ക്രോസായും കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വരയിട്ട് കൊടുക്കുക. നമ്മൾ പരമാവധി തിന്നായി തന്നെയാണ് പരത്തിയിട്ടുള്ളത്. ഇപ്പോൾ വരയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രോസ് ഒന്ന് വരയിട്ട് കൊടുക്കുക. ഇതേപോലെ ക്രോസായി ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളകി വരുന്നതിന്, മുറിക്കുമ്പോൾ കൂടുതൽ ഇളകി വരുന്നതിന് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദാപ്പൊടി ഒന്ന് തൂവിക്കൊടുത്താൽ, വിതറി കൊടുത്താൽ ഇങ്ങനെ ഇളകി വരില്ല, പിന്നെ പറ്റിപ്പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഇതേ രൂപത്തിലൊന്ന് മുറിച്ചെടുക്കുക നിങ്ങൾ. ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഈ ഒരു തിന്നസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര കുറച്ച് മൈദയിൽ തന്നെ കുറേ ഡയമണ്ട് കട്ട്സ് നമുക്ക് നല്ല ക്രിസ്പിയായി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പൊടി വിതറി അതിലേക്ക് ഇട്ട് കൊടുത്താൽ പറ്റി പിടിക്കില്ല. അതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് പൊടി ഞാൻ മുമ്പേ ഇട്ട് വെച്ചിട്ടുള്ളത്, മൈദാപ്പൊടിയാണ്. അപ്പോൾ എല്ലാം അതേപോലെ ഞാൻ പരത്തി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇനി നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ പാം ഓയിലോ ഒഴിച്ച് കൊടുത്ത് അതിൽ ചൂടാവുമ്പോൾ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇടുമ്പോൾ തളിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ, അത് ഉള്ളിൽ വേവത്തുമില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടണം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ഇളകി വരും എണ്ണയിലേക്ക് ഇട്ടാൽ, ഒന്നിച്ചിട്ടാൽ തന്നെ. അപ്പോൾ ഒന്ന് നമ്മൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഈ ഒരു കളറാകുമ്പോൾ നമുക്കൊന്ന് വാരിയെടുക്കാം. കൂടുതൽ കറുത്ത നിറം വന്നാൽ കരിഞ്ഞു പോകും. ഇതൊരു കറക്റ്റ് കളറാണ്, ഒരു കാപ്പി, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണിത്. ഈ കളർ എത്തുമ്പോൾ തന്നെ ഒന്ന് നമുക്ക് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കോരിയെടുക്കുകയും ചെയ്യരുത്, കാരണം ഇത് മൈദ ആയതുകൊണ്ട്
അത്ര നല്ലതല്ല. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക.